ഒരിക്കലും നടക്കുകയില്ലെന്ന് നാം കരുതിയ നമ്മുടെ ഏറ്റവും വലിയൊരു മോഹം, അത് നടന്നു കിട്ടാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് ഞാൻ പറയാം. ഈ മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. മഹാനവർകൾ പറഞ്ഞു, എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാവുകയും ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. മഹാനവർകൾ പറഞ്ഞത് എന്താണെന്നറിയോ? വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച് കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തുകളൊക്കെ നിർവഹിച്ച ശേഷം, ജുമാ കഴിഞ്ഞ് അതിൻ്റെ ദിക്റുകൾ സ്വലാത്തുകൾ എന്തൊക്കെയാണോ സാധാരണ ജുമാക്ക് ചെയ്യാറുള്ളത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജുമാക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു അതിനുശേഷം ഞാൻ സൂറത്തുൽ ഫത്ഹ് 7 പ്രാവശ്യം ഞാൻ ഓതി. മഹാനവർകൾ പറയാം, സൂറത്തുൽ ഫത്ഹ് 7 പ്രാവശ്യം ഞാൻ അങ്ങ് ഓതി. അതേ ഇരിപ്പിലിരുന്ന് ഞാൻ അങ്ങ് ഓതി. ആ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഓതുന്നതിൻ്റെ ഇടയിൽ ഒരാളോടും ഒന്നും ഞാൻ സംസാരിച്ചില്ല. 7 പ്രാവശ്യം പൂർണ്ണമായി ഞാൻ അങ്ങ് ഓതി തീർത്തു. അതിനുശേഷം യാ ഫത്താഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു ഇസ്മ, യാ ഫത്താഹു യാ അള്ളാഹ്, ആ ഇസ്മ ഞാനങ്ങ് ചൊല്ലി. അത് എത്രയാണ് ചൊല്ലിയത്? യാ ഫത്താഹ് എന്നതിൻ്റെ അബ്ജദിയ കണക്കനുസരിച്ച് 489 പ്രാവശ്യം ആ ദിക്റും ഞാനങ്ങ് ചൊല്ലി. 7 സൂറത്തുൽ ഫത്ഹ് ഓതി, യാ ഫത്താഹു യാ അള്ളാഹ് എന്ന ദിക്റും 489 പ്രാവശ്യം ഞാൻ ചൊല്ലി. എന്നിട്ട് ഞാനങ്ങ് ദുആ ചെയ്തു. അതൊരു വെള്ളിയാഴ്ച ദിവസം. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച, ഇങ്ങനെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം എന്നിങ്ങനെ മറ്റ് 6 ദിവസങ്ങൾ കൂടി ളുഹ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിതങ്ങ് ആവർത്തിക്കുകയുണ്ടായി. ഞാൻ 7 ദിവസം പൂർത്തിയായപ്പോൾ എൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സാധിച്ചു തന്നു എന്ന് മഹാനവർകൾ പറയുന്നത് ഖവാസുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ, ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച ഹലാലായൊരു മോഹം, ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അത് സാധിപ്പിച്ച് കിട്ടാൻ നമുക്കും ഇത് ആവർത്തിക്കാവുന്നതാണ്. അല്പം ക്ഷമ വേണം, കുറച്ച് സമയം നമ്മളതിന് ചിലവഴിക്കണം. 7 സൂറത്തുൽ ഫത്ഹാണ് ഓതേണ്ടത്. കുറഞ്ഞ സമയം മതി ഓതാൻ, എന്നാലും അവിടെ ഇരുന്നു കൊണ്ട് 7 പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ നാം ഓതണം. ഈ യാ ഫത്താഹു യാ അള്ളാഹ് എന്ന ദിക്ർ ചൊല്ലണം. അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് പോലും നമ്മൾ മറ്റൊന്നും ഉരിയാടാതെ ഇവരൊക്കെ നേരെ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ.